ഈ മീറ്റിംഗിന്റെ നടുവിൽ തന്നെ വചനത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ചിലത് സൃഷ്ടിക്കുമെന്ന്, അവൻ അസാധ്യമായത് ചിലത് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തു തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു പ്രാവശ്യം കൂടെ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കുറ്റു IPC സഭയുടെ ഹെബ്രോൻ സഭയുടെ ശുശ്രൂഷകനായാണ് ഞാൻ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. കഴിഞ്ഞ 6 വർഷക്കാലം ദോഹ ഖത്തറിൽ ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭ ദോഹ IPCയുടെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. IPCക്ക് മനോഹരമായ ഒരു റീജിയൻ ഖത്തറിലെ രൂപീകരണം നൽകുവാൻ അതിനിടെ ഖത്തർദാസന്മാരോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാഹചര്യം ദൈവം എനിക്ക് അവിടെ ഒരുക്കി. ആ സമയങ്ങളിൽ അവിടുത്തെ റീജിയന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ മുൻ വർഷങ്ങളിലെല്ലാം ഈ കൺവെൻഷനിൽ ഗ്രീറ്റിംഗ്സിന് ചില സമയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ അവസരങ്ങളിൽ ഒന്നും തന്നെ ഈ വേദിയിൽ വരികയോ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുവാൻ സാഹചര്യം ഞാൻ കണ്ടെത്തിയില്ല. എന്നാൽ കർത്താവ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് ബഹുമാന്യ നേതൃത്വത്തിന്, അഭിഷക്തന്മാർക്ക്, ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ആദരണീയരായ ദൈവവൃത്തന്മാർക്ക്, ജനറൽ കൗൺസിലിന് ഹൃദയംഗമായ നന്ദിയെ രേഖപ്പെടുത്തുന്നു. തിരുവചന ഭാഗത്തുനിന്ന് ഒരു വചനഭാഗം ഇപ്പോൾ വായിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 7-ാം അധ്യായം അതിന്റെ 54-55 വാക്യം വായിക്കാം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. എനിക്ക് മുമ്പ് സംസാരിച്ച കർത്തൃദാസൻ പാറയിൽ നിൽക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ, പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് വേണ്ടി നിൽക്കുന്ന, എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ഉയർത്തുന്ന നമ്മുടെ കർത്താവിനെ ഇന്ന് മകൻ ദർശിക്കുന്ന ദൈവമക്കൾ കൈയുയർത്തി ദൈവത്തിനുള്ള സ്തോത്രം ചെയ്യാം. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നാം നോക്കിയാൽ അവൻ നമ്മെ ലജ്ജിപ്പിക്കുന്നവനല്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന അവന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ നാം വായിക്കുന്നത് ദൈവത്തിന്റെ ദാസനായ സ്തെഫാനോസിനെ കുറിച്ചാണ്. വിശ്വാസവും പരിശുദ്ധാത്മാവും കൃപയും ശക്തിയും ജ്ഞാനവും ആത്മാവുമുള്ള ഒരു സ്തെഫാനോസ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ മേശമേൽ ശുശ്രൂഷിക്കുന്നവരുടെ ഗണത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിൽ ഒരു ഭക്തന്റെ മുഖം വാടുകയാണ് ചെയ്യുന്നത്, തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നിന്റെ മുഖത്ത് നിന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവ തേജസ്സ് ഈ പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ. സ്തോത്രം. മോശയെ നോക്കിയാൽ മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ മഹത്വത്തെ അവൻ കണ്ടെങ്കിലും മുൾപ്പടർപ്പിൽ വെളിപ്പെട്ടത് അവന്റെ കയ്യിലെ വടി മാറിയ ഒരത്ഭുതമായി തീരുമ്പോൾ പർവ്വതത്തിൽ വെളിപ്പെട്ടത് അവന്റെ മുഖം മാറുകയാണ് ചെയ്തത്. സ്തോത്രം. മുൾപ്പടർപ്പിൽ അവന്റെ കയ്യിലിരുന്ന വടിക്ക് മാറ്റം സംഭവിക്കുമ്പോൾ അതിനെ ഒരത്ഭുതത്തിന്റെ വടിയാക്കിയെങ്കിൽ 40 ദിവസം ദൈവത്തിന്റെ പർവ്വതത്തിലിരുന്ന മോശയെ ശ്രദ്ധിച്ചാൽ അവന്റെ മുഖം
പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഏകനായി അകപ്പെട്ട ഒരു സാഹചര്യം, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ, മുൻപോട്ട് പോകാൻ ഒരു വഴിയുമില്ലാത്ത, പ്രതികൂലങ്ങളാൽ ചുറ്റപ്പെട്ട ആ ഈജിയൻ കടലിലുള്ള ഒരു ദ്വീപിൽ 64 നീറോ ക്രൈസ്തവരെ മൃഗീയമായി പീഡിപ്പിക്കുന്ന കാലഘട്ടം, പ്രതികൂലങ്ങളാൽ വല്ലാതെ ഭാരപ്പെട്ട് ഏറ്റവും നടുവപ്പെട്ട, നിരാശപ്പെട്ട, നിരാശയുടെ അടിത്തട്ടിലിറങ്ങാവുന്ന കാലഘട്ടങ്ങൾ. ഒളിച്ചോടുവാൻ വഴിയില്ല, മാറി നിൽക്കാനിടമില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ദാസനായ യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. താൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച സുഖകരമായ ഒരു കാഴ്ചയല്ല, ഒരു ദ്വീപ് കാണാൻ പോയതല്ല, കാണുവാൻ ആസ്വാദജനകമായ ഒന്നും തന്റെ കൺമുൻപിലില്ല. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, തനിക്ക് മുമ്പ് നാട് കടത്തപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ, അസ്ഥി കൂമ്പാരങ്ങൾ കഴിയുമ്പോൾ ഉയർന്നു വളർത്തുന്ന, അവൻ പച്ചമാംസങ്ങൾ കൊത്തിവലിക്കപ്പെടുന്ന ദാരുണമായ ആ സാഹചര്യത്തിൽ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആ വാക്യങ്ങളൊന്ന് വായിക്കാമല്ലോ. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാവൽനാഥൻ പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലെ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഏറ്റവും ഭയാനകമായ, പ്രതിസന്ധി നിറഞ്ഞ, ക്രൂരത നിറഞ്ഞ, ഭീകരത നിറഞ്ഞ ആ സാഹചര്യത്തിൽ ചുറ്റുപാടുകളിലേക്ക് നോക്കി ആനന്ദിക്കുവാനോ സന്തോഷിക്കുവാനോ വകയില്ലാത്ത സാഹചര്യത്തിൽ യോഹന്നാൻ ചെയ്തത്, അവൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, സാഹചര്യങ്ങൾ മുഴുവൻ നിനക്ക് പ്രതികൂലമാകുമ്പോൾ, എല്ലാം നിനക്കെതിരാകുമ്പോൾ, നീ ഉയരത്തിലേക്ക് നോക്കിയോ സ്വർഗ്ഗത്തിലേക്ക് വേണ്ടി തുറക്കുമെന്ന് ഇതുവരെ ഞാൻ ഉറപ്പായിരിക്കട്ടെ. Praise God. Praise God. ആമേൻ. Hallelujah. പ്രതിസന്ധിയുടെ നടുവിൽ ഉയരത്തിലേക്ക് നോക്കുന്ന, സ്വർഗ്ഗത്തിലേക്ക് നോക്കുന്ന ഒരു ഭക്തന് വേണ്ടി തുറക്കുന്ന സ്വർഗ്ഗത്തിന്റെ വാതിൽ, സ്വർഗ്ഗത്തിന്റെ വാതിൽ തന്റെ ഭക്തന് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുക. ഇന്ന് മകൻ എല്ലാ വഴികളും അടയുമ്പോൾ, എല്ലാം നിനക്കെതിരാകുമ്പോൾ, ജീവിതത്തിൽ അടുത്ത ചുവട്ടടി എങ്ങനെ മുന്നോട്ട് വയ്ക്കണം എന്നറിയാതെ നീ ഭാരപ്പെടുമ്പോൾ, ഒരു കാര്യം പറയാ, ഉയരത്തിലേക്ക് കണ്ണുയർത്തിയോ അവനാണോ വലിയവനാണ്. ജീസസ് അവൻ പ്രവൃത്തിയിൽ ശക്തിമാനാണ്. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം. 3-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ആരും അടയ്ക്കാതെ തുറക്കുന്ന ദാവീദിന്റെ താക്കോലുള്ളവൻ. എല്ലാ വഴികളും മുൻപിലടഞ്ഞു. ഇനി യോഹന്നാന് മുൻപോട്ട് മിനിസ്ട്രി ഇല്ല, ഇനി ഒരു ആയുസ്സില്ല, ഇനി ഒരു യാത്രയില്ല, ഇനി ഒരു വഴിയില്ല. എല്ലാ വഴികളും അടയപ്പെട്ടു. എന്നാൽ അവൻ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ച,